A1 ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുസ്തകം രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ പത്മരാജൻ എൻ്റെ ഗന്ധർവൻ. മാതൃഭൂമി പ്രസാധനം നിർവഹിച്ച രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയ പത്മരാജൻ എൻ്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ജോയിഷ് ജോസ്. ജോയിഷ് ജോസ് തയ്യാറാക്കിയ രാധാലക്ഷ്മി പത്മരാജൻ്റെ പത്മരാജൻ എൻ്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. രാധാലക്ഷ്മി പത്മരാജൻ്റെ പത്മരാജൻ എൻ്റെ ഗന്ധർവൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിങ്കളാഴ്ച വടക്കുന്നാഥൻ്റെ നാട്ടിൽ ആകാശവാണിയുടെ കൺട്രോൾ റൂമിൽ വരും നാളുകളിലേക്കുള്ള പരിപാടികൾ റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ പരിശോധിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ചുരുണ്ട മുടിയും വെളുത്ത നിറവും മയങ്ങുന്ന കണ്ണുകളുമുള്ള മെല്ലിച്ച ആ ചെറുപ്പക്കാരനെ ഞാൻ ആദ്യമായി കണ്ടു. അതിനടുത്ത ദിവസം ഉച്ചതിരിഞ്ഞപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന മിസ് സത്യഭാമ ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തി. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. പത്മരാജൻ എന്ന ഗന്ധർവൻ്റെ പ്രിയ ജീവിതസഖി രാധാലക്ഷ്മിയുടെ ഓർമ്മ പുസ്തകമാണിത്. പൊടുന്നനെ നിലച്ചുപോയ ഒരു ഗാനം പോലെയായിരുന്നു പത്മരാജൻ്റെ വേർപാട്. പത്മരാജൻ്റെ ജീവിതവും സിനിമയും നൽകിയ അഴകും ആഴവും അത്യന്തം ഹൃദയവേദനയോടെ പങ്കുവയ്ക്കുകയാണ് രാധാലക്ഷ്മി ഈ പുസ്തകത്തിൽ. ഇതിൽ പ്രണയമുണ്ട്. പത്മരാജൻ എന്ന ഗന്ധർവനെ നേടിയെടുക്കാൻ രാധാലക്ഷ്മി എന്ന പെണ്ണ് നടത്തിയ ജീവിത പോരാട്ടമുണ്ട്. പത്മരാജൻ്റെ എഴുത്തു ജീവിതവും സിനിമയുമുണ്ട്. ഒപ്പം പത്മരാജൻ്റെ സൗഹൃദങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളുമുണ്ട്. അതായത് രാധാലക്ഷ്മിയുടെയും ഒപ്പം നമ്മളുടെയും പത്മരാജൻ എന്ന ഇന്നലെകളുടെ ആഹ്ലാദവും ഇന്നിൻ്റെ കണ്ണീരുമാണ് ഈ പുസ്തകം. രാധാലക്ഷ്മി എന്ന ഭാഗ്യവതിയായ അഥവാ നിർഭാഗ്യവതിയായ പെണ്ണിൻ്റെ അനുഭവസമ്പന്നവും സഫലവുമായ ജീവിതകഥ കൂടിയാണിത്. പത്മരാജൻ്റെ കാമുകിയായും ഭാര്യയായും അദ്ദേഹത്തിൻ്റെ മക്കളുടെ അമ്മയായും ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവളുടെ ഓർമ്മക്കുറിപ്പുകൾ. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കായ ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചലച്ചിത്രത്തിലൂടെ അനശ്വരനായ പത്മരാജൻ്റെ ജീവിതസഖി എന്ന നിലയിലും ആകാശവാണിയിൽ സഹപ്രവർത്തകയായിരുന്ന നിലയിലും താൻ അനുഭവിച്ച സന്തോഷ സന്താപ അനുഭവങ്ങളാണ് രാധാലക്ഷ്മി ഒട്ടും മറയില്ലാതെ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പത്മരാജൻ എന്ന വ്യക്തിയെ അയാളുടെ ജീവിത സിനിമാ വിജയങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് രാധാലക്ഷ്മി ആയിരുന്നുവെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. പൊടുന്നനെ നിലച്ചുപോയ ഒരു ഗാനം പോലെ ആയിരുന്നുവല്ലോ പത്മരാജൻ്റെ വേർപാട്. അത് സംഭവിച്ചിട്ട് 25 കൊല്ലങ്ങൾ പിന്നിടുകയാണെങ്കിലും അകാലത്തിലുണ്ടായ ആ മരണം സൃഷ്ടിച്ച ഇന്നും ദുഃഖതപ്തമായ ഓർമ്മയായി തന്നെ നിലനിൽക്കുന്നു. പത്മരാജൻ്റെ അവസാനത്തെ ദിനത്തെക്കുറിച്ച് രാധാലക്ഷ്മിയുടെ തന്നെ ഭാഷയിൽ 21-ാം തീയതി പുതിയതായി വാങ്ങിയ സ്ഥലത്ത് മതിൽ കെട്ടിത്തുടങ്ങി. അവിടെ ഇരിക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു, നമ്മളിവിടെ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മോൾ പ്രായമായി വരികയല്ലേ, അവളുടെ കല്യാണം നമുക്ക് ഈ പുരയിടത്തിൽ വലിയ പന്തൽ കെട്ടി നടത്താം. വാടകയ്ക്കെടുത്ത മണ്ഡപങ്ങളിലെ കല്യാണം എനിക്കിഷ്ടമേ അല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു. അവൾ കൊച്ചുകുട്ടിയല്ലേ, നമ്മൾ ഉടനെ ഇവിടെ എന്തു ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ചത് എന്നായി അദ്ദേഹം. നമുക്കെല്ലാവർക്കും തടി വളരെ കൂടുതലാണല്ലോ. ഇവിടെ ഒരു ഷട്ടിൽ കോക്ക് കോർട്ടുണ്ടാക്കി നമുക്ക് 4 പേർക്കും കൂടി കളിക്കാം. ആരോഗ്യത്തിന് നല്ലതാണ് എന്ന എൻ്റെ സജഷൻ അദ്ദേഹത്തിന് നന്നേ ബോധിച്ചു. വിളപ്പിൽശാല പുരയിടത്തിൽ ഇരിപ്പുണ്ടായിരുന്ന കുറച്ച് ചൂടുകട്ടകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായി ഞങ്ങൾ വൈകിട്ട് പോയി. കുട്ടികളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം നോക്കി നിന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മുടെ 2 പുരയിടങ്ങൾക്കും ഇടയ്ക്കായി കിടക്കുന്ന സ്ഥലം ഞാൻ വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ചിരിക്കുമെന്ന്. എങ്കിലത് 92 മാർച്ചിലാകാം എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. എന്തെന്നാൽ ഓരോ വർഷവും മാർച്ച് മാസത്തിൽ എന്തെങ്കിലുമൊക്കെ മരാമത്ത് പണികൾ ഞങ്ങൾക്ക് പതിവുള്ളതാണ്. എല്ലാ ശല്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വളരെ ശാന്തമായൊരു ചുറ്റുപാടിൽ ഇരുന്നു കൊണ്ട് വീണ്ടും സാഹിത്യരചന തുടങ്ങണം. സിനിമയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരണം എന്ന് ആ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. ആർട്സ് കോളേജിലെ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെയാണ് ക്ഷണിച്ചിരുന്നത്. പണ്ട് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ തന്നെ താമസിച്ച് സീനിയർ ക്ലാസ്സിൽ പഠിച്ചിരുന്ന സുന്ദരൻ ധനവച്ചപുരമായിരുന്നു അന്ന് ആർട്സ് കോളേജിലെ പ്രിൻസിപ്പൽ.
ശരിക്കു പറഞ്ഞാൽ സുന്ദരമാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നല്ല ക്ഷീണമുണ്ടായിരുന്നിട്ടും മീറ്റിങ്ങിന് പോകാമെന്ന് സമ്മതിച്ചത്. അന്നത്തോടെ തേച്ചുകുളി തീരുകയായിരുന്നു. കുളി കഴിഞ്ഞായിരുന്നു ഉദ്ഘാടനം. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. മീറ്റിങ്ങിന് പോയപ്പോൾ കോളേജിലെ ഏണിപ്പടികൾ കയറേണ്ടി വന്നതും ഫ്ലാറ്റിൽ ചെന്നപ്പോൾ കറണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് 4ാമത്തെ നില വരെ നടന്നു കയറേണ്ടി വന്നതും അദ്ദേഹം പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ച് നടക്കുമ്പോഴേക്കും വല്ലാത്ത തളർച്ച തോന്നുന്നു എന്നും പറഞ്ഞു. തേച്ചുകുളിയുടെ ക്ഷീണമായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അന്ന് ഉച്ചയ്ക്കും ചപ്പാത്തി തിന്നണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഊണ് കഴിച്ചാൽ മതി, ക്ഷീണം കുറയട്ടെ എന്ന് ഞാൻ വിലക്കി. വൈകിട്ട് ചപ്പാത്തി കഴിച്ചാൽ മതി എന്നും പറഞ്ഞു. അത് ഞങ്ങൾ ഒന്നിച്ചുള്ള അവസാനത്തെ ഊണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സന്ധ്യയാകുന്നതിന് മുമ്പ് ജോഷി മാത്യു വന്നു. പെട്ടെന്ന് ആഹാരം കഴിച്ച് അദ്ദേഹം ഡ്രസ്സ് മാറി. ബാഗെടുത്ത് അതിലുണ്ടായിരുന്ന രക്തം പരിശോധിച്ചതിൻ്റെ റിസൾട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ചാരനിറത്തിലുള്ള ഒരു ഷർട്ടാണ് ഇട്ടിരുന്നത്. ആദ്യം എടുത്ത ഷൂ പോരെന്ന് തോന്നി. അതും മാറ്റി വേറൊരെണ്ണം എടുത്തിടുമ്പോൾ ട്രെയിനിൽ കിടന്നുറങ്ങാൻ എന്തിന് ഇത്രയൊക്കെ ഒരുങ്ങുന്നു എന്നെനിക്ക് തോന്നി. 8 മണിക്ക് മുമ്പായി അദ്ദേഹം ഇറങ്ങി. ജോഷി മാത്യുവും മോഹൻദാസും റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹത്തെ യാത്രയാക്കി. ആദ്യം പാലക്കാട്ടേക്കും അവിടെ നിന്ന് കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകാനായിരുന്നു ഉദ്ദേശം. പിറ്റേന്ന് രാവിലെ ഞാനൊരു ബന്ധുവീട്ടിൽ പോയിട്ട് ഉച്ചയോടെയാണ് തിരിച്ചെത്തിയത്. പാലക്കാട്ട് നിന്ന് അദ്ദേഹം ഫോൺ ചെയ്തിരുന്നെന്നും അങ്ങോട്ട് വിളിക്കണമെന്നും അനന്തരവൻ ഹരി എന്നോട് പറഞ്ഞതനുസരിച്ച് 2 മണിയോടെ ഞാൻ പാലക്കാട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു. എന്തോ ഒരു പന്തിയില്ലായ്മ ആ ശബ്ദത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് എന്താ ബോറടിക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ബാലൻ വന്നിട്ടുണ്ട്, നിതീഷും മോഹനും ഒക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ജോഷിയെ ഒന്ന് വിളിച്ച് നാളെ ഞങ്ങൾ വൈകിട്ടേ കോട്ടയത്ത് എത്തൂ എന്നും അവിടുത്തെ സ്വീകരണം 25-ാം തീയതി രാവിലേക്ക് മാറ്റിവെക്കണമെന്നും ഒന്ന് പറയണം. നാളെ തൃശ്ശൂരും എറണാകുളവും കവർ ചെയ്ത് സന്ധ്യയ്ക്ക് കോട്ടയത്തെത്തും എന്നും പറഞ്ഞിട്ട് മക്കളെ 2 പേരെയും അന്വേഷിച്ചു. കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ കൂടെ ട്രെയിനിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. പിന്നീട് ഒരിക്കലും ആ ചുണ്ടുകൾ എന്നോടൊന്നും ഉരിയാടിയിട്ടില്ല. ആ മുഴങ്ങുന്ന ശബ്ദം പിന്നീട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. ജനുവരി 24-ന് മകൾ മാധവിക്കുട്ടിക്ക് കോളേജിൽ ക്യാമ്പസ് വീക്കിൻ്റെ മത്സരങ്ങളായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ്, മലയാളം റെസിറ്റേഷൻ, കൈകൊട്ടിക്കളി, ഗ്രൂപ്പ് മ്യൂസിക് എല്ലാറ്റിനും അവൾ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തലേന്ന് രാത്രി വളരെ വൈകുന്നതുവരെ അവൾക്ക് ഡാൻസിന് വേണ്ടി ഉടുപ്പുകൾ തുന്നി ശരിയാക്കിക്കൊണ്ട് ഞാനും അവളും ഇരുന്നു. പിറ്റേന്ന് അവൾ ജീവിതത്തിൽ ആദ്യമായി സാരി ഉടുത്തു. അപ്പച്ചിയെയും ചിറ്റപ്പനെയും ചെന്ന് കാണിച്ചു. കാലത്ത് 8 മണിക്ക് തന്നെ കോളേജിൽ പോകണമായിരുന്നു. പറഞ്ഞ സമയത്ത് ഡ്രൈവർ വരാത്തതുകൊണ്ട് പപ്പൻ തന്നെ കാറെടുത്ത് അടുത്ത ഇടവഴിയിൽ താമസിക്കുന്ന മോഹൻദാസിനെ വിളിക്കാനായി പോയി. പപ്പൻ അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവാനിയസ് കോളേജ് വരെ അവൻ മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയം തോന്നി. ഏതായാലും ചിറ്റപ്പനും കൂടെ അവരോടൊപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചു. അപ്പച്ചിയുടെ ഇളയ മോനും അവരോടൊപ്പം കാറിൽ കയറി. വലതുവശത്തുകൂടെ പപ്പൻ കാറ് കൊണ്ടുപോയി. ഇടതുവശത്തെ ഇടവഴിയിലൂടെ മോഹൻദാസ് വരികയും ചെയ്തു. പിന്നീട് മോഹൻദാസ് കുട്ടികളെ അന്വേഷിച്ചോടി. അവരെങ്ങനെയാണ് പോയത്, കാർ ആരാണ് ഡ്രൈവ് ചെയ്തത് എന്നൊന്നും അറിയാതെ ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. പതിവില്ലാത്ത വിധത്തിൽ ഒരു വെപ്രാളം എനിക്ക് അനുഭവപ്പെട്ടു. പ്രഭയുടെയും ഞങ്ങളുടെയും വീട്ടിലായി 4-5 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവസാനം പ്രഭയുടെ മോൻ അനന്തകൃഷ്ണൻ ട്യൂഷൻ കഴിഞ്ഞു വരികയും അവരെല്ലാം കാറിൽ പോകുന്നുണ്ടെന്ന് ഡ്രൈവ് ചെയ്തിരുന്നത് മോഹൻദാസാണ് എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് ശാന്തമായത്. 8:15 മുതൽ 8:30 വരെ എൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. അകാരണമായൊരു ഭയം എന്നെ ബാധിച്ചിരുന്നു. 10 മണി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയെ അന്വേഷിച്ച് ആശുപത്രിയിൽ പോകാൻ ഞാനും പ്രഭയും ഒരുങ്ങി. ഞാൻ പ്രഭയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ നേരത്തെ നിന്നിരുന്ന ഡ്രൈവർ അങ്ങോട്ട് വരുന്നത്. ഡ്രൈവറോട് ഞാൻ കുശലം ചോദിച്ചു. ചേച്ചി, പത്മരാജൻ സാറിനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഇതാ ഇപ്പോൾ മദ്രാസിൽ നിന്ന് ഡയറക്ടർ മോഹൻദാസ് നൂപുര കുറുപ്പ് സാറിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നയാൾ എന്നോട് പറഞ്ഞു. പൊതുവെ ഒരു മദ്യപാനിയായ അയാൾ രാവിലെ തന്നെ വെള്ളമടിച്ചു വന്ന് എന്തോ പറയുന്നു എന്നേ ഞാൻ ധരിച്ചുള്ളൂ. സാറ് മദ്രാസിലോട്ട് പോയില്ലല്ലോ, എന്താ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നോ മറ്റോ കേട്ടോ എന്ന് കളിയാക്കി ഞാൻ അയാളോട് ചോദിച്ചു.
അങ്ങനെ ചോദിക്കുവാൻ കാരണമുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടി മരിച്ചെന്ന് കേൾക്കുന്നു, ശരിയാണോ എന്ന് ചോദിച്ച് അബുദാബിയിൽ നിന്ന് ഒരു ഫോൺ വന്നത്. ഞാൻ തന്നെയാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്തത്. കൂടാതെ പത്മരാജൻ തന്നെ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നൊരു വാർത്ത മുമ്പൊരിക്കൽ ചിറ്റൂരാകെ പരന്നിട്ട് അവിടെ നിന്ന് ചേച്ചിയുടെ മോൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. യേശുദാസ് മരിച്ചെന്ന വാർത്ത ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുമാണ്. അതുപോലെയൊക്കെയുള്ളൊരു കള്ളം എന്നു മാത്രമേ ഞാൻ കരുതിയുള്ളൂ. മരിച്ചെന്നാ പറയുന്നത് എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മരിക്കുമെന്ന് തമാശയായി ഞാൻ പറഞ്ഞുവെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് തിരക്കിക്കളയാമെന്ന് കരുതി പ്രഭയും ഞാനും അനന്തരവൻ ഹരിയുമായി വീട്ടിലേക്ക് വന്നു. അന്ന് ഫ്ലാറ്റിലുണ്ടായിരുന്ന ജോഷി മാത്യുവിനെ വിളിച്ചാണ് ആദ്യം വിവരം തിരക്കിയത്. കള്ളം പറയുകയാണ് ചേച്ചി എന്ന് ജോഷി പറഞ്ഞു. പിന്നീട് ഞാൻ ഗുഡ് നൈറ്റിൻ്റെ ഓഫീസിൽ വിളിച്ചു. അവിടെയും ആർക്കും അറിയില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഒരുപാട് ഫോൺ നമ്പറുകൾ കറക്കി. പ്രഭയോ ഹരിയോ വിളിച്ചിട്ട് ശരിയായില്ലെങ്കിലോ എന്ന് കരുതി ഫോൺ ഞാൻ ആരുടെ കയ്യിലും കൊടുത്തില്ല. വിളിക്കുന്ന നമ്പറുകളിലെല്ലാം എൻഗേജ്ഡ് ആയിരുന്നു. താഴത്തെ ഫോണിന് എന്തോ കുഴപ്പമുണ്ട് എന്ന ധാരണയിൽ ഞങ്ങൾ മുകളിലേക്ക് പോയി. അവിടെ ഞങ്ങളുടെ ബെഡ്റൂമിലെ ഫോണിലൂടെയായിരുന്നു ശ്രമം. ആരെയും കിട്ടിയില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു. അരോമോ മൂവീസിൽ നിന്നായിരുന്നു. ഇവിടെ മിസ്സിസ് പത്മരാജനാണ് എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരുടെ കയ്യിലെങ്കിലും ഫോൺ കൊടുക്കുവാൻ അപ്പുറത്ത് നിന്ന് നിർദ്ദേശം വന്നു. ഞാൻ കൊടുത്തില്ല. എന്താ, പത്മരാജന് ആക്സിഡൻ്റ് ആയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പുറത്ത് എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുന്നത് ഞാൻ അറിഞ്ഞു. എന്താണെങ്കിലും പറയൂ, അദ്ദേഹം മരിച്ചോ? വീണ്ടും ഞാൻ ചോദിച്ചു. മരിച്ചു, പക്ഷേ ആക്സിഡൻ്റ് അല്ല. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നു, രാവിലെ ഉണർന്നില്ല എന്നായിരുന്നു മറുപടി. പക്ഷേ എൻ്റെ മനസ്സത് വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. ആട്ടെ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വാർത്ത കേട്ടത് എന്ന എൻ്റെ ചോദ്യത്തിന് കോഴിക്കോട് എന്ന വാക്ക് ഇടുത്തി പോലെ എൻ്റെ ചെവിയിലേക്ക് വന്നു വീണു. ആ ശപിക്കപ്പെട്ട നിമിഷത്തിൽ പിന്നെ യാതൊന്നും ഞാൻ കേട്ടില്ല. എങ്ങും ശൂന്യത. പ്രഭയും ഹരിയും ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. കനത്ത ശൂന്യതയിൽ വെളിവുകെട്ടവളെപ്പോലെ ഞാൻ മരവിച്ചിരുന്നു. പിന്നീട് എൻ്റെ പ്രജ്ഞ ഉണരുന്നത് മുതുകുളത്തേക്കുള്ള യാത്രക്കിടയിൽ എങ്ങു നിന്നോ എൻ്റെ മടിയിലേക്ക് വന്നു വീണ ഷട്ടിൽ കോക്കിൻ്റെ വെണ്മയിലേക്കാണ്. ഞാൻ ഞെട്ടി ഉണർന്നു നോക്കി. കാറിനകത്ത് എനിക്ക് ഇരുവശവുമായി ആരൊക്കെയോ ഡോറിൻ്റെ ഗ്ലാസ് 3/4 ഭാഗവും ഉയർത്തി വെച്ചിരിക്കുന്നു. പുറത്ത് പൊള്ളുന്ന വെയിൽ. റോഡിനിരുവശത്തുമായി കൊഴുത്തു വളരുന്ന അക്വേഷ്യ മരങ്ങൾ. എവിടെ നിന്നെന്നില്ലാതെ കൃത്യം എൻ്റെ മടിയിൽ വന്നു വീണ ഫെദർ കോക്ക്. എല്ലാവർക്കും ഒരു അത്ഭുതമായി. കാറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വരം എൻ്റെ കാതിൽ വന്നു വീഴുന്നതായി എനിക്ക് തോന്നി. ആ ശബ്ദത്തിൽ സാന്ത്വനവും പ്രേമവും ഇടകലർന്നുണ്ടിരുന്നു. തങ്കം കരയണ്ട, ഞാൻ കൂടെ തന്നെയുണ്ട്. എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാനല്ലേ ആഗ്രഹം. ഇതാ കോക്ക്, നമ്മുടെ പുതിയ പുരയിടത്തിൽ കോർട്ടിട്ട് കളിച്ചോളൂ. ആ ശബ്ദം ഒരു സെക്കൻഡ് നേരത്തേക്ക് എൻ്റെ ചേതനയിൽ നിർവൃതിയുടേതായ ഒരു കണിക ഉതിർത്തു. പിന്നീടത് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടു. ഇക്കുറി അത് വേറെ ഏതോ ലോകത്തു നിന്നായിരുന്നു. ആ ശബ്ദത്തിൻ്റെ മാസ്മരികതയിൽ ലയിച്ച് ഞാനിരുന്നു. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. മാതൃഭൂമി പ്രസാധനം നിർവഹിച്ച രാധാലക്ഷ്മി പത്മരാജൻ്റെ പത്മരാജൻ എൻ്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൻ്റെ ജോയിഷ് ജോസ് തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.